തിരുവനന്തപുരത്ത് SFI ജില്ലാ പ്രസിഡന്റിന്റെ വീടിന് നേരെ ആക്രമണം. കടകംപള്ളി സ്വദേശി നന്ദന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. അക്രമികൾ നന്ദന്റെ തലയ്ക്ക് കമ്പിപിടി കൊണ്ടടിച്ചു. തലയ്ക്കും നട്ടലിനും പരിക്കേറ്റ നന്ദനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. റിനു സീതലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിനു, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. എന്താ സംഭവിച്ചത് നന്ദന്? എപ്പോഴാണ് ആക്രമണം നടന്നത്? ആരാണ് ഇതിനു പിന്നിൽ? എന്തെങ്കിലും സൂചനകളുണ്ടോ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്നലെ അർദ്ധരാത്രിയാണ് തിരുവനന്തപുരം കഴക്കൂട്ടം കടകംപള്ളിയിലെ ഈ SFIയുടെ ജില്ലാ പ്രസിഡന്റ് നന്ദന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. രണ്ടംഗ സംഘം വീട്ടിലേക്ക് എത്തി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്നുള്ളതാണ്. ഈ സമയം നന്ദൻ അവിടെ ഉണ്ടായിരുന്നു. നന്ദനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. വീട് അടിച്ചു തകർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ രണ്ട് പേരും മുഖംമൂടി ധരിച്ചിരുന്നു എന്നുള്ളതാണ് നന്ദൻ നമ്മളോട് പറഞ്ഞത്. തുടർന്ന് ഇപ്പോൾ പേട്ട പോലീസിൽ പരാതി നൽകുകയും അതിനുശേഷം ജനറൽ ആശുപത്രിയിൽ ഇന്നലെ രാത്രി ചികിത്സ തേടുകയും ചെയ്തു. പരിക്ക് സാരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനു മുമ്പും 2 തവണ നന്ദന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മാസം 27-ാം തീയതിയും ഇത്തരത്തിലുള്ളൊരു ആക്രമണം നന്ദന്റെ വീടിന് നേരെ ഉണ്ടായിരുന്നു. അന്നും നന്ദന് പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ പേട്ട പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആരാണെന്നുള്ളതിനെ കുറിച്ച് രാഷ്ട്രീയമാണോ അതോ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും വിഷയമാണോ റിനു? നിലവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അരുൺകുമാർ നമുക്ക് ലഭിക്കുന്ന വിവരം. നന്ദൻ അങ്ങനെ ഒരു ആരോപണമില്ല. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സംഘടനകളോ ആക്രമിച്ചു എന്നുള്ളത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം രണ്ടുപേരും മുഖംമൂടി ധരിച്ചിരുന്നു എന്നുള്ളതാണ് നന്ദൻ നമ്മളോട് പങ്കുവെച്ചത്. അതുകൊണ്ട് തന്നെ ആരാക്രമിച്ചു എന്നുള്ളത് കൃത്യമായിട്ടുള്ള വ്യക്തത വരുന്നില്ല. ആ വ്യക്തത വരാത്ത കാര്യം പറയാനും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാലും അത് ആരായിരിക്കും എന്നുള്ളതാ. തലമുടിയിട്ട് മുഖംമൂടിയിട്ടിട്ട് രാത്രിയിൽ വന്നിട്ട് ഈ നന്ദനെ പോലെയുള്ള വിദ്യാർത്ഥിയല്ലേ, SFIയുടെ ജില്ലാ പ്രസിഡന്റാണ്, ആക്രമിച്ചിരിക്കുന്നു. അതെന്താണ് കാര്യമെന്ന് ഇനി അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല. തിരിയട്ടെ, നമുക്ക് നോക്കാം. പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്.